നമസ്കാരം. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ കണ്ട് സംസാരിച്ച് പിരിഞ്ഞതിനു ശേഷം അയ്യോ എന്തായിരുന്നു ആ പേര് എന്ന് തലപുകഞ്ഞ് ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായുമുണ്ടാവും അല്ലേ? അപ്പോ നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്ന ഈ പേര് മറന്നുപോകുന്ന സ്വഭാവത്തിന് പിന്നിൽ വളരെ രസകരമായൊരു സൈക്കോളജിയുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊരു പാർട്ടിയിലോ മീറ്റിങ്ങിലോ ആണ്. കുറേ തവണ കണ്ടിട്ടുള്ളൊരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ തലയ്ക്കകത്ത് ഒരു സൈറൺ അടിക്കും. ദൈവമേ, ഇദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ആ ഒരു നിമിഷം, ആ ഒരു പതർച്ച, ആ പേര് നാക്കിന്റെ തുമ്പത്ത് വന്ന് നിൽക്കും, പക്ഷെ പുറത്തേക്ക് വരില്ല. ഇത് അനുഭവിച്ചിട്ടില്ലാത്ത ആരാ ഉള്ളത്, അല്ലേ? ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്താ? സ്വയം കുറ്റപ്പെടുത്തും. എന്റെ ഓർമ്മശക്തി തീരെ മോശമാണ്, അല്ലെങ്കിൽ അയ്യോ അവർക്കെന്തു തോന്നും, ഞാൻ അവരെ വിലവെക്കുന്നില്ല എന്ന് വിചാരിക്കുമോ എന്നൊക്കെ. പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട്. സത്യത്തില് ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. ഇത് നമ്മുടെയെല്ലാം തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതൊരു കുറവല്ല, മറിച്ച് നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയുടെ ഒരു ഭാഗമാണ്. സൈക്കോളജിക്ക് ഇതിന് വ്യക്തമായൊരു വിശദീകരണമുണ്ട്. എന്താണെന്നറിയാൻ ആകാംക്ഷയില്ലേ? വാ, നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്. ഓക്കെ, ഈ വരുന്ന ആളുടെ മുഖഭാവം എന്താണ്? സന്തോഷത്തിലാണോ? അവർ സംസാരിക്കുന്നതിന്റെ ടോൺ എങ്ങനെ? ഇനി ഞാൻ എന്ത് മറുപടി പറയണം? എന്റെ ഷേക്ക് ഹാൻഡ് ഓക്കെ ആണോ? ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഒരേ സമയം നമ്മുടെ തലച്ചോറിന്റെ ഷോർട്ട് ടേം മെമ്മറി ഹബ്ബായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബഹളത്തിനിടയിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് ഒരു പേര് പറയുന്നു. നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശബ്ദം മാത്രം. അതിനൊരു രൂപമില്ല, മണമില്ല, ഒരു കഥയില്ല, വേറെ എന്തുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തലച്ചോറ് എന്തു ചെയ്യും? കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കും. ഈ ശബ്ദത്തെ അങ്ങ് വിട്ടുകളയും. സിമ്പിൾ. ഇനി ഈ സംഭവം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റുകൾ ഒരു അടിപൊളി ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബേക്കർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഇത് വളരെ സിമ്പിളാണ്. ഒരാളുടെ ജോലി ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ബേക്കർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കും. പക്ഷേ അതേ ആളുടെ പേര് മിസ്റ്റർ ബേക്കർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോകാൻ സാധ്യത കൂടുതലാണ്. ഒരേ വാക്ക്, പക്ഷെ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? ഇത് തെളിയിക്കാനായിട്ട് 1987 ഒരു കിടിലൻ പരീക്ഷണം നടന്നു. ഗവേഷകർ 2 ഗ്രൂപ്പുകൾക്ക് ഒരാളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ജോലി ഒരു ബേക്കർ എന്നതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പേര് ബേക്കർ എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2 കൂട്ടരോടും ഇത് ഓർത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. ഫലം എന്തായിരുന്നുവെന്നറിയാമോ? ഒരു ഗ്രൂപ്പിന് കിട്ടിയത് ജോലിയുടെ വിവരമാണ്, മറ്റേ ഗ്രൂപ്പിന് കിട്ടിയത് പേരിന്റെ വിവരവും. നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാവും കണ്ടിട്ടുണ്ടാവുക? അവിടെയാണ് കളി മാറിയത്. ആരുടെ ജോലിയാണ് ബേക്കർ എന്ന് പറഞ്ഞോ ആ ഗ്രൂപ്പിലുള്ള മിക്കവരും അത് കൃത്യമായി ഓർത്തെടുത്തു. കാരണം ബേക്കർ എന്ന ജോലി കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ വരും. നല്ല ചൂട് ബ്രെഡ്, വെളുത്ത തൊപ്പി, പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരാൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ആ വാക്കിന് ബന്ധമുണ്ട്. പക്ഷേ മിസ്റ്റർ ബേക്കർ എന്ന പേരിനോ അതിനൊരർത്ഥവുമില്ല. അതൊരു ഒഴിഞ്ഞ ശബ്ദം മാത്രം. തലച്ചോറിനെ അതിനെ ഒന്നുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തലച്ചോറ് വെറുതെ വിവരങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തു വെക്കുന്നൊരു ഹാർഡ് ഡ്രൈവ് അല്ല. അതൊരു കണക്ഷൻ എഞ്ചിനാണ്. അർത്ഥമുള്ള കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കലാണ് അതിന്റെ പ്രധാന ജോലി. ഒരു കാര്യത്തിന് അർത്ഥമില്ല, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തലച്ചോറ് അതിനെ സ്വാഭാവികമായിട്ടും മറന്നുകളയും. അത്രയുള്ളൂ. ശരി, അപ്പോൾ ഈ ബേക്കർ പാരഡോക്സ് ഒരു പ്രധാന കാരണമാണ്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പേരുമറവിക്ക് പിന്നിൽ വേറെയും ചില വില്ലന്മാരുണ്ട്. അതിലൊന്നാണ് നെക്സ്റ്റ് ഇൻ ലൈൻ എഫക്റ്റ്. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു മീറ്റിംഗിൽ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുകയാണെന്ന് വയ്ക്കുക. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത് കേൾക്കുന്നുണ്ടോ? ഇല്ല. അടുത്തത് നമ്മുടെ ഊഴമാണ്. ഞാൻ എന്തു പറയണം എന്ന ടെൻഷനിലായിരിക്കും നമ്മൾ. അപ്പോഴേക്കും അയാൾ പറഞ്ഞ പേര് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പോയിട്ടുണ്ടാവും. അതെ, നമ്മുടെ തലക്കിടത്തെ ആ സംസാരം നിർത്തില്ല. ഞാൻ എന്തു പറയണം? എന്റെ ഷേക്ക് ഹാൻഡ് ഓവറായോ? അവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഈ ഉത്കണ്ഠ കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മളിലേക്ക് തന്നെ തിരിയും. ആ സമയത്ത് മറ്റേയാൾ അവരുടെ പേര് പറഞ്ഞാൽ പോലും അത് കേൾക്കാൻ നമ്മുടെ ബ്രെയിൻ അവിടെ ഉണ്ടാവില്ല. അത് രജിസ്റ്റർ ആവുന്നേയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഉയർന്ന ബുദ്ധിയുള്ള, അതായത് ഹൈ ഐക്യു ഉള്ള ആളുകൾക്കാണ് പേരുകൾ മറന്നുപോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ അതാണ് സത്യം. അതിനൊരു കാരണമുണ്ട്. അങ്ങനെയുള്ളവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് വലിയ ആശയങ്ങളിലും കഥകളിലും പാറ്റേണുകളിലുമൊക്കെയാണ്. അപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അവരുടെ പേരിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാവും?
അവർ പറഞ്ഞൊരു തമാശ, അവരുടെ സംസാരത്തിലെ ഒരു പ്രത്യേകത, അവരുടെ മുഖത്തെ വികാരങ്ങൾ, ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള വലിയ ചിത്രത്തിനാണ് അവരുടെ ബ്രെയിൻ പ്രധാനം കൊടുക്കുക. ഈ വലിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വെറുമൊരു വാക്ക് മാത്രമായ പേരെന്നത് വളരെ ചെറിയൊരു ഡീറ്റെയിൽ അല്ലേ? അത് സ്വാഭാവികമായും താഴെ പോകും. ഓക്കേ, അപ്പോൾ എന്തുകൊണ്ടാണ് പേരുകൾ മറക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണയായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിനൊരു പരിഹാരമുണ്ടോ? തീർച്ചയായുമുണ്ട്. പേടിക്കണ്ട, ഇത് പരിഹരിക്കാൻ വളരെ ലളിതമായ ചില വഴികളുണ്ട്. രണ്ട് സിമ്പിൾ ടെക്നിക്കുകൾ പറഞ്ഞുതരാം. ഒന്ന്, ഒരാൾ പേര് പറഞ്ഞ ഉടനെ സംഭാഷണത്തിൽ അതൊന്നും ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഹായ്, ഞാൻ രമേഷ്. അപ്പോൾ തന്നെ തിരിച്ചു പറയുക, രമേഷ്, കണ്ടതിൽ വളരെ സന്തോഷം. ആ പേരൊന്ന് ഉറക്കെ പറയുന്നത് തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെ വഴി, ആ പേരിന് ഒരു കണക്ഷൻ ഉണ്ടാക്കുക. നമ്മുടെ ബേക്കർ കഥ ഓർത്താൽ മതി. ഉദാഹരണത്തിന് അഞ്ജലി എന്നാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വേറൊരു അഞ്ജലിയെ ഓർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പേര് വെറുമൊരു ശബ്ദമല്ലാതായി മാറും. അതിനൊരു ബന്ധം കിട്ടും. അപ്പോൾ അടുത്ത തവണ ഒരാളുടെ പേര് ഓർമ്മ വന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, സ്വയം കുറ്റപ്പെടുത്തരുത്. ഓർക്കുക, ഒരുപക്ഷേ നിങ്ങളുടെ തലച്ചോറ് ആ വ്യക്തിയുടെ പേര് എന്ന ചെറിയ ഡേറ്റയേക്കാൾ പ്രാധാന്യം കൊടുത്തത് അവർ ആരാണെന്ന് മനസ്സിലാക്കാനാവാം, അവരുടെ കഥ കേൾക്കാനാവാം. എന്തായാലും പേരുകൾ ഓർക്കുന്നതിനേക്കാൾ പ്രധാനം ആളുകളെ ഓർത്തിരിക്കുന്നതല്ലേ, അല്ലേ?